ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പാലപ്പം ഞാൻ ഉണ്ടാക്കിയത് ആട്ടപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെന്നെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ ഞാൻ ആശീർവാദ് ആട്ടപ്പൊടി വെച്ചിട്ടാണ് പാലപ്പം ഉണ്ടാക്കുന്നത്. അത് നമുക്ക് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എത്രയാണ് ആവശ്യമുള്ളത് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് 2 കപ്പാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് 2 കപ്പ് അടപ്പൊടി നമുക്ക് മിക്സിയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ തലേന്ന് നമുക്ക് അരിയെല്ലാം കുതിർത്താൻ മറന്നു പോയാൽ പെട്ടെന്ന് രാവിലെ സ്കൂളുള്ള ദിവസമെല്ലാം നമുക്ക് ഇതുപോലെ പാലപ്പം ഉണ്ടാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പാലപ്പമാണ് ഇത്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ എത്രയെന്ന് വേണ്ടുന്നത് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനൊരു 5-6 സ്പൂണ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ തലേന്ന് അരച്ചൊന്നും വെക്കുന്നില്ലല്ലോ, അപ്പോൾ എന്തായാലും കുറച്ച് ഈസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ 2 സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത്. ലൈറ്റ് ചൂടുവെള്ളം, നന്നായി ചൂടുണ്ടാകാൻ പാടില്ല. അപ്പം ഞാനിത് ഇതിലേക്ക് ഒരു 1.5 കപ്പ് ചൂടുവെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിത് ശരിക്കും അടിഞ്ഞ് കിട്ടൂല. നന്നായിട്ട് സ്പൂണ് വെച്ചിട്ട് അടിയിലോട്ട് ഇളക്കിയിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതാ കുറച്ചും കൂടി വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ സമയം നിന്ന് അടിക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് അടിച്ചെടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആകാനാണ്. അപ്പോൾ ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മിക്സി കഴുകിയിട്ട് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിതാ വെള്ളാപ്പം ഒന്ന് ചുട്ടെടുക്കാം. അപ്പം നമ്മളെ മാവ് ഇതാ കുറച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് ഒരു 1.5 സ്പൂണ് മാവ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ചുറ്റിക്കൊടുക്കാം. നന്നായിട്ട് ബബിൾസ് വന്നതിന് ശേഷം മാത്രം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് ബബിൾസ് വന്നിട്ടുണ്ട്, ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇതാ നമ്മളെ പാലപ്പം ഇതാ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഇതാ ബബിൾസ് എല്ലാം വന്നിട്ട് അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് നമ്മളെ പാലപ്പം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ രാവിലത്തെ തിരക്കിനെല്ലാം നമുക്ക് സ്കൂളിൽ പോകുന്ന തിരക്കിന് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് അപ്പം അങ്ങനെ ഫുള്ളായിട്ട് ഒന്ന് ചുട്ടെടുക്കാം. നന്നായിട്ട് തന്നെ നമ്മളെ പാലപ്പം ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അപ്പത്തിന് നമുക്ക് തേങ്ങാപ്പാലോ അതല്ലെങ്കിൽ നല്ല വെജിറ്റബിൾ കറിയോ എന്താണെന്നുള്ള നമുക്ക് കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു പാലപ്പമാണ്.
അങ്ങനെ നമ്മൾ ആ പാലപ്പം ഫുള്ളായിട്ട് അങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഇതിന് കൂട്ടിക്കഴിക്കാൻ സോയാബീൻ ചില്ലിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോയെക്കുറിച്ചിട്ടുള്ള കമൻറ്റ് ഇടാനും മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.